ഷോപ്പിന്റെ റിനോവേഷൻ കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടില്ലെങ്കിലും അടുത്ത റിനോവേഷനായിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ട് ഒരാഴ്ചയോളം സ്റ്റോർ അടച്ചിരുന്നത് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി നഷ്ടം. ഷോപ്പിൽ ചില ചേഞ്ചസ് വരുത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഷോപ്പിന്റെ ഫ്ലോറിലും റാക്കിലും വിൽക്കുന്ന പ്രൊഡക്റ്റിലും വരെ കാര്യമായിട്ട് മാറ്റം വരുത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. റിനോവേഷന്റെ പകുതി വർക്ക് ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് നാൾ രാത്രിയും പകലും ഷോപ്പിന്റെ പണികളിൽ തന്നെയായിരിക്കും. പണി നടക്കുന്ന സമയത്ത് ഷോപ്പിനുള്ളിൽ നല്ല രീതിയിൽ ഡസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഷോപ്പിനുള്ള ഷൂസ് അടക്കമുള്ള എല്ലാ പ്രൊഡക്ട്സും പാക്ക് ചെയ്ത് ഗോഡൌണിൽ എത്തിക്കുകയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പണി. ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു 5-6 പേരുണ്ടായതുകൊണ്ട് തന്നെ 4 മണിക്കൂർ കൊണ്ട് പാക്കിംഗ് കഴിഞ്ഞെന്ന് വെച്ചാൽ കബോർഡുകളും റാക്കുകളും കവർ ചെയ്തായിരുന്നു അടുത്ത ടാസ്ക്. മുമ്പ് എപ്പോഴോ വാങ്ങിയിട്ടുള്ള മാസ്കിംഗ് ഫിലിം ഉള്ളതുകൊണ്ട് 2 മണിക്കൂറോളം എടുക്കേണ്ട ഈ ഒരു പണി ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടാണ്. പണി കഴിഞ്ഞപ്പോൾ പുലർച്ചെ 3 മണി ആയതുകൊണ്ടും അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഒട്ടുമിക്ക കടകളും അടച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം പണി കഴിഞ്ഞിട്ടുള്ള ചായ കൂടി പാറമേക്കാവിന് മുമ്പിലുള്ള ചായക്കടയിലെ ഉറക്കം ക്ഷീണം കാരണം എല്ലാവരും ടയേർഡായി എന്ന് വെച്ചാലും ഷോപ്പിൽ പോയിട്ട് ബ്രസീലിന്റെ ആദ്യ കളി കണ്ടതിന് ശേഷമാണ് എല്ലാവരും വീട്ടിലോട്ട് പോയത്. അപ്പൊ നാളത്തെ പണി കാണാനായിട്ട് ഇന്ന് തന്നെ ഫോളോ ചെയ്ത് വെച്ചോട്ടാ.